ആർട്ടിക് ഫോക്സ് ആണ് കേട്ടോ. ന്യൂസ് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ചൈനയിൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ഹിന്ദുവിൻ്റെ അമ്പലം വരെ ഉണ്ട്, പിന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഷെങ്യാങ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ്. നമ്മൾ ഹാർബിന്ന് ഇന്നലെ ട്രെയിൻ എടുത്തിട്ട് നേരെ ഷെങ്യാങ്ങിലോട്ട് വന്ന് ഇനി ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത് ഫ്ലൈറ്റ് എടുത്തിട്ട് സിയാനിലോട്ടുണ്ട്. അക്ഷയ് ഗുവാങ്ജോയിലാണ് പഠിക്കുന്നതെങ്കിലും ഇപ്പോൾ സിയാൻ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉറങ്ങിയോണ്ടാണ് കേട്ടോ. നമ്മുടെ കണ്ണൊക്കെ ആകെ ഒരു ബൾബായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെൽക്കം ടു ഷെങ്യാങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷെങ്യാങ്ങിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം കുറച്ച് സമയമാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൂ. ഫുൾ ഡേ ഉണ്ട് നമുക്ക്. ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ ഫുൾ ഡേയിൽ നമ്മൾ ഒരു സ്ഥലം കാണുന്നു, പിന്നെ ഫുഡ് എക്സ്പ്ലോറേഷനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ നമുക്കിനി നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണാം. ആദ്യമായിട്ട് കണ്ട ഒരു വെറൈറ്റി സാധനം, മെട്രോൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മെഗ്ഡീൻ്റെ സ്റ്റോള്, കുഞ്ഞ് മെഗ്ഡി സ്റ്റോള്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വിൽക്കുന്ന ഒരു മെഗ്ഡി സ്റ്റോളാണ് ഇവിടെ ഉള്ളത്. മൈതാങ്കളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫുഡ് പാഴ്സൽ കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നതാണ് കേട്ടോ. വെറൈറ്റി ഐറ്റം. നമ്മുടെ ഷെങ്യാങ്ങിലെ ഫസ്റ്റ് ഫുഡ് എത്തിയേക്കാണ് കേട്ടോ. ഒരു മുട്ട ഒഴിഞ്ഞതുണ്ട്, കുറച്ച് പോർക്കിൻ്റെ ഒരു കറിയുണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ രാഹുൽ വെജിറ്റേറിയൻ ആയതുകൊണ്ട് രാഹുലിനൊരു ബ്രിഞ്ചോളിൻ്റെ കറി, ചോറും, പിന്നെ 2 മീറ്റ് ബോൾസ് ഉണ്ട്. വെജിറ്റേറിയൻ മീറ്റ് ബോൾസ്. നല്ല കോമഡി. താങ്ക് യു. ഇതാണ് നമ്മൾ വന്ന റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് അധികം തിരക്കില്ല. ഏകദേശം ഒരു 10-11 മണി ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ നമുക്കിനി ഫുഡിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിഗ്നൽ ഏതാ കളർ എന്നുള്ളത് വരെ നമുക്ക് ഈ മാപ്പിൽ കാണിക്കും. ഇത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ടാക്സിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മിനിറ്റ്സിൽ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ടാക്സി നമ്പർ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ഊബറിൽ ബുക്ക് ചെയ്യണ പോലെ തന്നെ അല്ലേ. ഈ ഒരു ടൈമറും കാണിക്കും കേട്ടോ. അപ്പോൾ റെഡ് സിഗ്നൽ ആണെങ്കിൽ ടൈമറും കാണിക്കും. അപ്പോൾ രാവിലെ ഇവിടെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൂർ ഗൈഡ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി ഷെങ്യാങ്ങിലെ ചേർച്ച് കാണാൻ, ഷെങ്യാങ്ങിലെ ഒരു പള്ളി കാണാൻ പോവുകയാണ് ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ നമ്മുടെ ക്യാബിൽ കയറിയൊക്കെയാണ്. ഇവിടെ വ്യത്യസ്തമായി വേറൊരു കാഴ്ചയും കൂടി കണ്ടു കേട്ടോ. ഒരു ഫോണിൽ മാപ്പ്, അപ്പുറത്ത് വേറൊരു ഫോൺ ഉണ്ടാണ് എന്നെ വിളിക്കാനായിട്ട്. ഒരു ഫോണിൽ ഡാഷ് ക്യാമിന് പകരം ഇവിടെ ഇങ്ങനെ ആ ഫോണിൽ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ട് അത് റെക്കോർഡിങ്ങാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ? പക്ഷേ സെറ്റല്ലേ, ഫോൺ കിട്ടും, മൾട്ടിപർപ്പസ് ഡാഷ് ക്യാമും പോയി ഫോൺ പോയി. എന്നാ ചെയ്യാനല്ലേ ഓരോ ചൈനക്കാരുടെ ഓരോ ബുദ്ധികൾ. ഇവിടെ നമുക്ക് ആപ്പ് വെച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അത് ഹലോ, ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ട് വണ്ടി എടുക്കാവുന്നതാണ്. അക്ഷയ് വെറുതെ ചുമ്മാ ഓരോ കൊണയും കാണിക്കാനായിട്ട് ഹലോൻ്റെ വണ്ടി എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷെങ്യാങ്ങിൽ ഒരു സിറ്റി റൈഡ് പോകാനുള്ള പ്ലാനിലാണ് തോന്നുന്നു. റൈഡർ സെറ്റാണോ? ഇലക്ട്രിക് സ്കൂട്ടറാണ്. നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റ് പിടിച്ചാൽ നമുക്ക് 20 മിനിറ്റിന് വരുന്നത് ആകെ 3 യാൻസാണ്. 3 യാൻ പറയുമ്പോൾ ഒരു 35 രൂപ, 36 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് പക്ഷേ നമുക്ക് മന്ത്ലി പാക്കേജ് അങ്ങനെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അമ്മച്ചി മോണ്ട്, അമ്മച്ചീൻ്റെ ഒപ്പം ഒരു റേസ് വെച്ചോ. പക്ഷെ ഒരാൾക്കാ പോകാൻ പറ്റുള്ളൂ. അതാ നീ റൈഡർ അക്ഷയ് ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട്. ആദ്യം ഹെൽമെറ്റ് ഒന്നും ഇടാണ്ട് ആലക്കോട് ഓടിക്കണ പോലെ ഓടിക്കാൻ നോക്കി, നടന്നില്ല. ഹെൽമെറ്റ് വെച്ചാലാണ് വണ്ടി നീങ്ങുള്ളൂ. അപ്പോൾ ഹെൽമെറ്റ് വെച്ച് സെൻസർ ഡിറ്റക്റ്റ് ആയി. അക്ഷയ് പോകുന്നുണ്ട് കേട്ടോ. റൈഡർ എത്തിയിട്ടുണ്ട്. റൈഡർ എക്സ്പീരിയൻസ് പറയാവോ? പവർ ഉണ്ടോ? വെയിറ്റ് ഇല്ലെങ്കിൽ ഇത് കയറ്റി വെച്ചോളൂ. എന്നിട്ട് ഇത് സൈക്കിൾ പോലെ ചവിട്ടാനും പറ്റും. ഇത് നമുക്ക് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ഓഫ് ചെയ്യാം. പക്ഷെ നമുക്ക് ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലാണ് ഇത് സെൻസ് ആയിട്ട് ഓഫ് ആവുള്ളൂ. നമ്മൾ നമ്മുടെ ക്യാബിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ ഷെങ്യാങ് സിറ്റിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പ്ലമ്മൊക്കെ ഡ്രൈഡ് പ്ലം വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇവിടുത്തെ പുളി എന്ന് പറഞ്ഞാൽ മധുരമുള്ള പുളിയാണ്, അല്ലാണ്ട് പുളിയുടെ ടേസ്റ്റ് ഇല്ല. അതാണ് പ്രശ്നം. ഇന്ന് അത്യാവശ്യം നല്ല സണ്ണി ഡേ ആണ് കേട്ടോ ഇവിടെ ഷെങ്യാങ്ങിൽ. പക്ഷേ ടെമ്പറേച്ചർ ഏകദേശം -10 -5 to 10 ആ ഒരു റേഞ്ചിലാണ് ടെമ്പറേച്ചർ ഉള്ളത്. ഇതാണ് നമ്മുടെ പള്ളി വരുന്നത്. ഷെങ്യാങ്ങിലെ പള്ളിയാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഇവിടെ ഇതെന്താണ്? ആർട്ടിക് ഫോക്സ് ആണ് കേട്ടോ. ആർട്ടിക് ഫോക്സിനെ പെറ്റാക്കിയിട്ട് ഇവിടെ മടിക്കുന്നുണ്ട്. ആർട്ടിക് ഫോക്സിന്റെ കൂടെ ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് വിചാറ്റ് QR കോഡൊക്കെ ഉണ്ട് അവിടെ. പൈസ കൊടുത്തിട്ട് വേണം അതിന് മടിയിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അല്ല 10-20 ആയിരിക്കും മിക്കവാറും. ഇതാണ് ഗൈസ് ഷെങ്യാങ്ങിലെ ഫേമസ് പള്ളി.
ചൈനയിൽ പള്ളി ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചൈനയിൽ എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങൾ ഈ ന്യൂസ് കാണുന്ന പോലെയൊന്നല്ല കേട്ടോ. ചൈനയിൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ഹിന്ദുവിൻ്റെ അമ്പലം വരെ ഉണ്ട്, പിന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കി നോക്കാം. പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ? നമുക്ക് കയറാൻ പറ്റില്ല. ഇപ്പം മ്യൂസിയം സെറ്റപ്പിൽ അങ്ങനെ ഇതാക്കിയേക്കുമായിരിക്കും അല്ലേ. പിന്നെ രാഹുൽ, എന്തൊക്കെ അറിയാം ഈ പള്ളിയെ കുറിച്ചിട്ട്? ഏത് വർഷത്തിൽ ബിൽഡ് ചെയ്തു? അങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഈ ചർച്ച് ഷെൻജിങ് ചർച്ച്, ഷെൻജിങ് ചർച്ച് കാത്തലിക് ചർച്ചാണ് ഇവിടുത്തെ. ഇത് 1912 പണിത ചർച്ചാണ്. ഇവിടെ യൂഷ്വലി മുമ്പൊക്കെ കുറെ കാലം മുമ്പേ ഇതൊക്കെ നടക്കാനുണ്ടായിരുന്നു, കുർബാനകൾ നടക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അടച്ചിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, പക്ഷെ എൻ്റെ സറൗണ്ടിങ് ആർക്കിടെക്ചർ എല്ലാം കാണാം. ഗോത്തിക് ആർക്കിടെക്ചറോട് ഉണ്ടാക്കിയ ചർച്ചാണ്. ഓക്കെ. ഇവിടെ കാരണം നമ്മൾ അന്ന് വന്ന ചേർച്ചൊക്കെ കുർബാന നടക്കുന്ന കുറേ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചൈനീസ് ന്യൂ ഇയറിന് വില്ലേജിൽ പോയ സമയത്തൊക്കെ കുർബാന നടക്കുന്ന കുറേ പള്ളികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പഴക്കമേറിയ ഒരു പള്ളി ആയതുകൊണ്ടും ഇതൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഇതേ ആർട്ടിക് ഫോക്സിനെയും കെട്ടിപ്പിടിച്ച് പോകുന്ന വേറൊരു സുന്ദരിനെയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ ഉണ്ടല്ലോ ആർട്ടിക് ഫോക്സിനെയും പിടിച്ചിട്ട് ആൾക്കാർ. നീ പൊക്കിയിട്ട് നീ എന്ത് ചെയ്യാനാ? വീട്ടിൽ കൊണ്ട് നിൽക്കാനോ? ആർട്ടിക് ഫോക്സ് പുലി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നില്ല. ഇപ്പം നമ്മളങ്ങനെ പള്ളീൻ്റെ അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പക്ഷെ വെയിലുണ്ട്. ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിൽക്കുന്നുണ്ട് പള്ളിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. ഇതാണ് ഷെൻയാങ്ങിലെ മെയിൻ ഒരു സ്ഥലം. പിന്നെ ഗൈസ്, ഷെൻയാങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഷെൻയാങ് ഈസ് ദ സിറ്റി ഓഫ് മെഷീനറീസ് എന്നാണ് പറയുന്നത്. അതായത് കുറേ മെഷീൻ ഐറ്റംസും അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഷെൻയാങ്ങിലാണ്. അപ്പോൾ ഈ ട്രാക്ടർ അതേപോലെ വേറെ കുറേ മെഷീൻസും പിന്നെ ഇവിടെ നമുക്ക് കുറേ സ്കൈ സ്ക്രാപ്പേഴ്സ് ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെ അപ്പുറത്ത് വരുന്ന വഴിക്ക് കണ്ടിരുന്നു. പിന്നെ ഷെൻയാങ് ഫുഡും കുറച്ച് സ്പെഷ്യൽ ഫുഡാണ്, വേറെ തന്നെ ഒരു വെറൈറ്റി ഫുഡാണ് വരുന്നത്. ഇത് ചാങ്ചുനോടൊക്കെ അടുപ്പിച്ച് ചേർന്ന സ്ഥലം എന്ന് വേണമെന്ന് പറയാം. ലാവ്നിയാങ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസിൽ വരുന്ന ഒരു സ്ഥലമാണ് ഷെൻയാങ്. ഹലോ യാങ്ത അവിടെ പുള്ളിയും വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആക്ഷൻ 5 Pro വെച്ചിട്ട് തന്നെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ചൈനയിലത്തെ ഉണ്ടംപൊരി ഉണ്ട് കേട്ടോ ഇവിടെ. റൈസ്, അതായത് പ്ലെയിൻ ഫ്ലേവേർഡ് ഉണ്ടംപൊരി, ഇതെന്തോ ഫ്ലേവറുള്ള ഉണ്ടംപൊരി. പിന്നെ പൊരിയൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിപ്പെരുന്നാളിനും പൂരത്തിനൊക്കെ വന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ കുറച്ച് രുദ്രാക്ഷത്തിൻ്റെ ഐറ്റംസൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൗനിയർ ഐറ്റംസ് ഉണ്ട്. ഷെൻയാങ് സ്പെഷ്യൽ സൗനിയർ ഐറ്റംസ് ആണ് വരുന്നത്. ഇത് കൂടിയതാ തോന്നുന്നു അല്ലേ? അക്ഷയ മേടിക്കുന്നുണ്ടോ? ഷെൻയാങ് സ്പെഷ്യൽ സൗനിയേഴ്സ്.老板呢？就是多少钱的？这个是多少钱啊？10块钱。10块呀？这面往这儿都是，这边都是10块的。啊哈哈。这边这是20的。这个是的，ഇത് 20 രൂപ. ഇത് 10 രൂപ. വെറൈറ്റി ആയി വേറെ കണ്ടൊരു കടയാണ് കേട്ടോ. നാട്ടിലെ പെട്ടിക്കട കണക്കുള്ളൊരു കടയാണ് ഇത്. നാട്ടിൽ നമ്മൾ ചെറിയ കുഞ്ഞു പെട്ടിക്കടയിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ കുറേ മിഠായികളുണ്ട് ഇവിടെ. വെറൈറ്റി മിഠായികൾ നമ്മുടെ അവിടെ കിട്ടുന്ന സാധനമാണെന്നു അല്ലേ ഈ സാധനം? ഇത് ജെല്ലി, ഇതെന്താ സ്മോക്ക് ക്യാൻഡിയോ? സിഗരറ്റിൻ്റെ കണക്ക് ഇതാക്കിയിട്ട് മിഠായി കൊടുക്കുന്നത്. ഇപ്പോൾ കണക്കുള്ള വേറൊരു മിഠായി. ഇത് ടിക് ടാക്കിൻ്റെ ചൈനീസ് വെർഷൻ. പിന്നെ നമ്മുടെ പുളിമിഠായിൻ്റെ സാധനം. അങ്ങനെ കുറേ കുഞ്ഞു സ്നാക്സുകളുണ്ട് കേട്ടോ ഇവിടെ കുറേ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് വെള്ളം മേടിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. ഒരു എവറിഡേ പോലത്തെ ഷോപ്പിലാണ് വന്നേക്കണത്. ഇവിടെ കുറേ സ്ട്രിമ്പിൻ്റെയും സാധനത്തിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ സ്നാക്സ് ഐറ്റംസ് കൂടുതലുണ്ട് കേട്ടോ ഇവിടെ. നല്ല നൂഡിൽസിലിട്ട് കഴിക്കാൻ പറ്റിയ പൊളി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിത് എവിടെ നിന്ന് വെള്ളം കുപ്പി മേടിക്കാം. വെള്ളം കുപ്പിക്ക് വരുന്നത് 2 യുവാൻസ്. 2 യുവാൻസ് നമ്മുടെ നാട്ടിൽ 24 രൂപ. 1.5 സോഡയാണത്, വെള്ളം തന്നെ. 1.5 യുവാൻസിൻ്റെ ഉണ്ട്. 1 ഉണ്ടോ? വെറൈറ്റി ആയിട്ട് വീണ്ടും ഒരു സാധനം നമ്മൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, പോർക്ക് വെച്ചിട്ടുള്ള ഷവർമ. ഇത് ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ഷവർമയാണ്. അത് ചമ്മഴോതാ ജൂഴോമാ. ആ, അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു സംഭവം കൂടി നമ്മൾ കണ്ടു. ഷവർമ സാധനമൊക്കെ നടന്നുണ്ട്. ആ, 不是直播的，这是视频。是给你们介绍视频呢。视频拍视频，看看拍视频。中国话说的太外人不的了。真的吗？啊，谢谢。你们是留学生吗？对，留学生在陕西西安的。നമ്മളിപ്പോൾ ഗൈസ് മെട്രോ എടുത്തിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി ഉറക്കം റെഡി ആയിട്ടില്ല. ട്രെയിനിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ ദിവസം ഉറക്കം ശരിയായിട്ടില്ല. എന്തുകൊണ്ടാണ്? മുന്നത്തെ ദിവസം ഉറക്കം ശരിയായില്ല. നമ്മൾ ആകെ ക്ഷീണിതനാണ്. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയേക്കാണ്. ഫ്ലൈറ്റ് വരാൻ സമയമായിട്ടുണ്ട്. അക്ഷയന്റെ ഫ്ലൈറ്റ് രാത്രി 9 മണിക്കാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 5 മണിക്കാണ്. ഒരു 1 അവർ. എന്താണ് രാഹുൽ ഉറക്കൊന്നും റെഡി ആയിട്ടില്ലേ? രാഹുലിന്റെ കണ്ണൊക്കെ ബൾബ് പോലെ ഇരിക്കുന്നില്ലേ? ഇനി നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കിനിലോട്ട് പോവാണ്. അപ്പോൾ ഇവരവിടെ വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് സിയാനി വെച്ച് കാണാം ഗൈസ്. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്മുടെ ഹാർബിൻ ട്രിപ്പിന്റെ എൻഡിങ്ങിലോട്ട് നമ്മൾ എത്തി. നമ്മുടെ ഫ്ലൈറ്റിന്റെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് സിയാനിലോട്ടുള്ളത്. അക്ഷയന്റെ ഫ്ലൈറ്റ് 3 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ്. ഇവിടെ പോസ്റ്റ് ആയിട്ടിരുന്നോളൂ. സാർ ബോർഡിങ് ഒക്കെ തുടങ്ങി. സാറ് ബിസിയാ. സാർ അവിടെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇരിക്കണേ. അപ്പോൾ ഗൈസ് നമുക്ക് സിയാനിന്ന് കാണാം. ബൈ ബൈ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നമ്മൾ ഷെങ്യാങ്ങിൽ ഇറങ്ങിയിട്ടുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ, നമ്മളൊരു മീൽ കഴിച്ചതിൻ്റെയൊക്കെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇനിയും ചൈനയിലത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ്. ഇവരുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓരോ വീഡിയോയിലായിട്ട്. ഇനി അടുത്തത് വരാൻ പോകുന്നത് സിയാൻ സീരീസാണ് കേട്ടോ. സിയാനിൽ കാരണം അക്ഷയ് വരുന്നുണ്ട് സിയാനിലോട്ട്. അക്ഷയ് ഗ്വാങ്ജോയിൽ നിന്നും സിയാനിലോട്ട് വരുവാണ് ഗൈസ്. അപ്പോൾ സിയാനിൽ 2-3 സ്ഥലമൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ പോയിട്ട് അവിടുത്തെ പറ്റുന്ന നമുക്ക് കുറച്ച് വ്ളോഗൊക്കെ എടുക്കാം. നമ്മൾ ഇതേവരെ കാണിക്കാത്ത കുറച്ച് വ്ളോഗുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും ചൈനയിലത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക ഗൈസ്. വീഡിയോകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ. ഓക്കെ ബൈ.